ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ പോളിടെക്നിക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ പോളിടെക്നിക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി പോളിടെക്നിക് എടുക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഫീ അടച്ചൊരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് 21/5/2025 മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റെമിറ്റൻസ് വരുന്നത് 10/6/2025 ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എൻസ് വരുന്നത് 12/6/2025 വരെയാണ്. അപ്പോൾ 12/6/2025 വരെ നിങ്ങൾക്ക് പോളിടെക്നിക്കിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മുന്നിലൊരു 10-20 ദിവസം കൂടി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ്, നിങ്ങൾ കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. അത് 18/6/2025 ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ കറക്ഷൻ അപ്ലിക്കേഷൻസ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തി നിങ്ങൾക്ക് അത് തിരുത്താനുള്ള അവസരം 21/6/2025 വരെ ആയിരിക്കും. അതേപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 25/6/2025, അതായത് ഏകദേശം ഒരു മാസം, ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഫോർ റിപ്പോർട്ടിംഗ്, നിങ്ങൾക്ക് അത് അലോട്ട്മെൻറ്റ് കിട്ടിയതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേരാൻ പറ്റും കോളേജുകളിൽ പോയിട്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതാണ് ഡേറ്റ് വരുന്നത് 30/6/2025 വരെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യുക, 5/7/2025 ജൂലൈ 5/7/2025 നിങ്ങൾക്ക് അത് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ അത് പ്രകാരം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 10/7/2025 ജൂലൈ 10 തീയതി വരെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് എന്നൊരു പ്രോസസ്സ് ആയിരിക്കില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോളേജുകളിൽ പോയിട്ട് നോഡൽ പോളിടെക്നിക് കോളേജുകൾ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതാണ് കമൻസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 23 അതായത് ജൂലൈ 23 തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യും, പോളിടെക്നിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങാനും സീറ്റുകളോ കാര്യങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും കോളേജുകളിൽ എന്ത് ചെയ്യും, സീറ്റുകൾ ഫില്ലായിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൂഫുകൾ കാര്യങ്ങളെല്ലാം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ പറ്റും. പരമാവധി അത് ഒരു കോളേജിൽ, ഒരു കോളേജിൽ എല്ലാ കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ആ കോളേജിൽ അവിടുത്തെ എല്ലാ കോളേജുകളിലും സാറുമാർ വന്ന് അവിടുന്ന് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നോക്കി നിങ്ങളുടെ കോഴ്സ് എവിടെയുള്ളത് നോക്കി നിങ്ങൾക്ക് ഒരു സ്പോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് ഒരു പ്രയോറിറ്റി ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജുകളിൽ തന്നെ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ട് അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനും വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ വഴിയെങ്കിലും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിലും പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റുകൾ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഒരുപാട് കൂട്ടുകാർക്ക് ഈ സ്പോട്ട് അഡ്മിഷൻ വഴി സീറ്റ് ലഭിക്കാറുണ്ട്. നമ്മൾ മാക്സിമം അവസാനം വരെ നോക്കി നമ്മൾ പ്രൈവറ്റ് കോളേജിൽ എങ്ങാനും സീറ്റൊക്കെ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ട് അഡ്മിഷനും കൂടെ പങ്കെടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സീറ്റ് നമ്മൾ മാക്സിമം ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ സ്പോട്ട് അഡ്മിഷൻ വഴി നമ്മൾ എടുക്കാൻ നോക്കുക. ആ ഒരു ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ വരുന്നത് 28/7/2025 മുതൽ 1/8/2025 വരെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 7/8/2025 മുതൽ 12/8/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് സ്പോട്ട് അഡ്മിഷൻ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനുള്ള സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവസാനം വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സീറ്റ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന 14/8/2025 നിങ്ങളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം കയറാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേഡുകളിൽ നിങ്ങൾ കയറാൻ നോക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത്. ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന എന്തായാലും പറഞ്ഞല്ലോ, ആ ഒരു വൺ ടൈം രജിസ്ട്രേഷന് 200 രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിനൊക്കെ വെറും 100 രൂപയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് തന്നെ കൊടുക്കാൻ നോക്കുക. 200 രൂപയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഗ്രിക്കൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ട്രേഡുകൾ നോക്കി നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കുക.